ഖബറിന് മുകളിൽ സംസം വെള്ളം ഒഴിക്കൽ പുണ്യകരമാണോ? ശ്രദ്ധിക്കണേ. ഖബറിൻ്റെ മുകളിൽ, അതായത് ഇപ്പം മരിച്ചുപോയ ബന്ധുമിത്രാദികളുടെ മറ്റൊക്കെ ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഖബറിൻ്റെ മുകളിൽ സംസം വെള്ളം ഒഴിക്കുന്നത് പുണ്യകരമാണോ എന്നുള്ളതാണ് ഒരു സഹോദരൻ ചോദിച്ചത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുക, ഒന്ന്, ഖബർ സിയാറത്ത് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹ ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറ. ഞാൻ നിങ്ങളെ മുമ്പ് ഖബർ സിയാറത്ത് ചെയ്യുന്നത് വിലക്കിയിരുന്നു. ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തു കൊള്ളുക, അത് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാക്കും. അപ്പോൾ ഖബർ സിയാറത്തിൻ്റെ ലക്ഷ്യം എന്താ? നമുക്ക് ഖബറിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചിട്ടും ചിന്ത ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ആ നിലയ്ക്ക് സന്ദർശിക്കുന്ന ആൾക്കും സന്ദർശിക്കപ്പെടുന്ന ആൾക്കും ഖബർ സിയാറത്തിൽ എന്തുണ്ട്? ഗുണമുണ്ട്. സന്ദർശിക്കുന്ന ആൾക്ക് ആഖിറത്തിനെ കുറിച്ച് ബോധം ഉണ്ടാവും, സന്ദർശിക്കപ്പെടുന്ന ആൾക്ക് അയാളുടെ പ്രാർത്ഥന ലഭിക്കുകയും ചെയ്യും. ആ നിലയ്ക്ക് നമ്മൾക്ക് വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികൾ മറ്റൊക്കെ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യം. എന്നാൽ അതിനു മുകളിൽ സംസം വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വരാത്ത കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു തരാത്തൊരു കാര്യം നമ്മൾ അങ്ങനെ ഗുണമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താൽ അത് ബിദ്അത്തായി മാറും. അത് ബിദ്അത്താണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓരോരുത്തരും ഇനി ഓരോരുത്തർക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്തു തുടങ്ങിയാലോ? ഒരാൾ പറയാം അവിടെ പോയിട്ട് നമുക്ക് സംസം വെള്ളം ഒഴിക്കുക, വേറൊരാൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് വരിക. അപ്പോൾ ഓരോരുത്തരും നാളെ ഇത് നല്ലതാവും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ദീനിന് എന്താ അടിസ്ഥാനമുള്ളത്? അതുകൊണ്ട് അല്ല, ഒഴിക്കുന്ന സംസം വെള്ളമല്ലേ, വേറെ ഒന്നുമല്ലല്ലോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ദീനിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തു വേണം? തെളിവ് വേണം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒഴിക്കുന്നതിന് സംസം വെള്ളമാണെങ്കിലും വേറെ എന്ത് വെള്ളമാണെങ്കിലും നമുക്ക് അത് പാടില്ല. അതേപോലെ തന്നെയാണ് ഖബറിന് മുകളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പെരുന്നാളിന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയിട്ട് പൂക്കളിടുക. നമുക്കങ്ങനെ ഒരു ആചാരം ഇല്ല, അത് ചെയ്യാൻ പാടില്ല. പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഖബറുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അതോടൊപ്പം നമ്മളുടെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക. അവിടെ ചെന്നാൽ നാളെ ഈ ഖബറിൽ ഞാനും കിടക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുകയും അവിടെ ഈ ഖബറിലുള്ള ആൾക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ട സുന്നത്ത്. അവിടെ പോയി പൂക്കളിടുക, അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുവദനീയമല്ല. വല്ലാഹു തആല ആലം.